അവസാനം പന്തലിടുന്നത് എന്തിനാണ് എന്ന് വ്യക്തമായി മുഖ്യമന്ത്രി ആയിരുന്ന സഖാവ് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കി. 5-ാം തീയതി പന്തലിടണം എന്ന് പറഞ്ഞത് CPM ഭരണത്തിന്റെ അടിയന്തര ഊണ് വിളമ്പാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ അനുശോചന സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടാണ് 5-ാം തീയതി പന്തലിടാൻ പറഞ്ഞത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഫേസ്ബുക്ക് ഒന്ന് പരിശോധിക്കുമ്പോൾ നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നൊക്കെയാണ് കണ്ടിരുന്നത്, ചീഫ് മിനിസ്റ്റർ എന്നൊക്കെയാണ് കണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, പിണറായി വിജയൻ വെരിഫൈഡ് അക്കൗണ്ട് ആണ്, 1.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, 6 പേര് പിണറായി വിജയൻ എന്ന ID ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ളത് മാറ്റി പോളിറ്റ് ബ്യൂറോ മെമ്പർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അതായത് മുഖ്യമന്ത്രിയായി ഇനി സഖാവ് പിണറായി വിജയൻ വരില്ല എന്ന് ഉറപ്പിച്ചു. ഇത് സത്യത്തിലൊരു സൂചന നമുക്ക് നേരത്തെ തന്നതാ. നമ്മൾ പ്രശാന്ത് ബ്രോ ഇല്ലേ, കളക്ടർ ബ്രോയ്ക്കെതിരെ ഇറങ്ങിപ്പോകുന്നതിന് 2 ദിവസം മുമ്പ് ഒരു കാരണം കാണിക്കില്ല, എന്താണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഒരു പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു നടപടി കൂടി, അച്ചടക്ക നടപടി കൂടി ഇട്ടുകൊടുത്തിട്ടാണ് പോയത്. കാരണം ഇനി കടകാലത്തിനെങ്ങാനും ഈ പ്രശാന്തിനെ എന്തെങ്കിലും വല്ല കീ പോസ്റ്റിലെങ്ങാനും വരുന്ന UDF സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞാൽ സഖാവ് പിണറായി എന്ന 10 വർഷം കേരളം അടക്കി ഭരിച്ചിട്ടുള്ള ഏകാധിപതിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ശിഷ്ടകാലവാസം, ഒരുപക്ഷെ വാർഷികകാലവാസം ചിലപ്പോൾ ജയിലിനുള്ളിലായിരിക്കും. ഇതിനൊക്കെ എണ്ണി കണക്ക് പറയേണ്ടി വരുമല്ലോ. അത് മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തെ നേരത്തെ തന്നെ ഒരു സൈഡാക്കി, ഒരു 6-7 കാരണം കാണിക്കലോ ഇതുപോലെ എന്തൊക്കെയുണ്ട്, കുറെ നോട്ടീസൊക്കെ ഉണ്ട്. സസ്പെൻഷനിലാണ് ഇപ്പോ ആളെന്തായാലും സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലോ മറ്റെവിടെ ഒന്നും പോയിട്ടില്ല, അപേക്ഷ കൊടുത്തില്ല, ഒന്നുമില്ല. കിട്ടുന്ന പൈസ വാങ്ങിക്കൊണ്ട് വീട്ടിലിരിക്കാന്നാണ്. അത് ഒരു വലിയ അടിയാണ് സത്യത്തിൽ. അവിടെ തന്നെ നമ്മളെ മുഖ്യമന്ത്രിക്ക് തുടങ്ങി ഇനി അടുത്തൊരു ഭരണം കിട്ടില്ല എന്ന് മൂപ്പർക്ക് അറിയാം. വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞത് ഒരു അബദ്ധമായി പോയെന്ന് ഒരുപക്ഷെ മൂപ്പർക്ക് തന്നെ മനസ്സിലായി തോന്നുന്നു. ഏതായാലും ഫേസ്ബുക്ക് ഇന്നിപ്പോ പരിശോധിച്ചപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എന്നാണ് എഴുതിയിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു സംഗതി ഇങ്ങോട്ട് ഒഴിവായി കിട്ടി. ഒരുപക്ഷെ നാളെ LDFന് അധികാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇനി മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല, അതിനുള്ള യോഗം ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ. കാരണം അത്രത്തോളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലെ ഇടതും വലതും മധ്യത്തിൽ നിൽക്കുന്നതുമായ കേരളത്തിലെ ജനങ്ങളെ ഭരിച്ച് ഒരു വഴിക്കാക്കിയിട്ടുണ്ട്. കഴിവും പ്രാപ്തിയുമുള്ള നമ്മുടെ കേരളത്തിനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ CPM തന്നെ ഉണ്ട്. അവരെയൊക്കെ മൂലക്കിരുത്തിക്കൊണ്ട് ഒരു കഴിവുമില്ലാത്ത കുറച്ചെണ്ണത്തിനെ പിടിച്ച മന്ത്രിയാക്കി ആ വകുപ്പുകളെല്ലാം താൻ തന്നെ ഏകാധിപതിയായിട്ട് ഭരിച്ച് അതൊക്കെ കൈയിട്ട് വാരി മുടിച്ച് ഇപ്പൊ അവസാനം വയനാട് വരെ മാന്തിക്കൊണ്ടുപോയ സാഹചര്യത്തിൽ ഇനി ഒരു തുടർഭരണം വന്നാൽ കൂടി തനിക്ക് കസേര കയറി മര്യാദ ഇരിക്കാൻ പറ്റൂല. അതായത് പന്തലിട്ടത് 5-ാം തീയതി പന്തലിടാൻ പറഞ്ഞത് പാർട്ടിയുടെ ഈ 2ാം തുടർഭരണത്തിന്റെ അവസാനത്തിന്റെ അടിയന്തരം നടത്താൻ വേണ്ടി, അടിയന്തര സദ്യയോ അനുശോചന സമ്മേളനമോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം തന്നെ ഉറപ്പിക്കുകയാണ്. ഏതായാലും അദ്ദേഹം ഉറപ്പിച്ച നിലയ്ക്ക് നമുക്കും ഉറപ്പിക്കാം. Different angles. Don't forget to subscribe and support this channel.